ഇതും ബോട്ടാൻ സ്ട്രീമിനെ ബേസ് ചെയ്ത് ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ധർമ്മേന്ദ്രന് 80 കിലോമീറ്റർ അപ് സ്ട്രീമിൽ 110 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിൽ പോകുന്നതിനായിട്ട് 13 അവർ എടുക്കും. ഇനി ഇതേ ആൾക്ക് തന്നെ 60 കിലോമീറ്റർ അപ് സ്ട്രീമിലും 88 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിലും പോകാൻ 10 അവർ എടുക്കും. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞായിരുന്നു, റൗണ്ടഡ് ഫിഗേഴ്സ് ആണെങ്കിൽ പൊതുവേ നമുക്ക് HCF എടുത്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. സോ ഞാൻ ആ ഒരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് അത് അറിയില്ല എങ്കിൽ നിങ്ങൾ പോയി ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ 110 88 110ൻ്റെ 88ൻ്റെയും HCF നമുക്കറിയാം എത്ര എടുക്കാം, 22 എടുക്കാം അല്ലേ, 22 എടുക്കാം. സോ 22 11 ആകാനുള്ള പോസിബിലിറ്റിയാണ് ഇവിടെ കൂടുതൽ. പക്ഷെ ഞാൻ സപ്പോസ് 22 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും, 4 വരും. ഓക്കെ, ഇത് 10 ആകണമെങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്ര വരണം, ഇവിടെ 6 അവർ കിട്ടണം. 6 അവർ കിട്ടണമെങ്കിൽ അപ്സ്ട്രീമിൻ്റെ സ്പീഡ് എത്ര വരണം, 10 വരണം. സ്ട്രീമിൻ്റെ സ്പീഡ് 10 വരണം. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് ഡൗൺ സ്ട്രീം അപ്സ്ട്രീമിനേക്കാളും വലുതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം, ഇത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 13 കിട്ടുവാണെങ്കിൽ ഡൗൺ സ്ട്രീം നമുക്ക് 22ഉം അപ് സ്ട്രീം 10 എടുക്കാം. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് 10 കൊടുത്തു, സോ 8 അവർ വരും. ഇതാണെങ്കിൽ 22 കൊടുത്തു കഴിഞ്ഞാൽ 5 അവർ വരും. സോ 8 5 13. സോ ഈ വാല്യൂസ് എടുക്കാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് സ്പീഡ് ഓഫ് കറണ്ടിൻ്റെ സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യുക, 22 ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് മൈനസ് അപ് സ്ട്രീമിൻ്റെ സ്പീഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ എത്ര വരും, 12/2. 12/2 എന്ന് പറയുമ്പോൾ എത്ര വരും, 6 km/h ആയിരിക്കും ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ട്രിക്കായിട്ട് വരുന്നത്.